ഗാന്ധി പറയുന്നത് ആ രാത്രിയിൽ ഞാൻ എൻ്റെ അഹിംസാ സമരം ആരംഭിച്ചു. പിന്നെ മാത്രമല്ല, പിന്നീട് അദ്ദേഹം പ്രിട്ടോറിയയിലെത്തുന്നുണ്ട്. പ്രിട്ടോറിയയിലെത്തുമ്പോഴും അദ്ദേഹത്തിന് മോശമായ അനുഭവങ്ങളുണ്ടാകുന്നുണ്ട്. പ്രിട്ടോറിയയിലെത്തിയപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പിന്നെ ദാദാ അബ്ദുള്ള സേട്ടിൻ്റെ പ്രധാന വക്കീൽ, അഭിഭാഷകൻ ആൽബർട്ട് വോയൽ ബേക്കറാണ്. ആൽബർട്ട് ബേക്കർ അദ്ദേഹം ഒരു ക്രിസ്തു മത പ്രചാരകനാണ്. അദ്ദേഹം ആശാരി പണിയാൻ തുടങ്ങുന്നത് പിന്നീട് അഭിഭാഷകനെ, പിന്നെ അത് വലിയ ഒരു സെറ്റപ്പിലേക്ക് വരിക. അദ്ദേഹം പിന്നീട് ഗാന്ധിയായിട്ട് വളരെ നല്ലൊരു ക്ലോസ് ആയിട്ട് അദ്ദേഹമാണ് ഈ ക്രൈസ്തവ മതഗ്രന്ഥങ്ങൾ ഗാന്ധിയെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോഴാണ് ഗാന്ധിയിൽ മത ജിജ്ഞാസ. അപ്പോൾ സാധന എന്ന ഒന്നാമത്തെ വോള്യത്തില് 3 അധ്യായങ്ങളിലായിട്ട് നാരായണ ദേശായി മതജിജ്ഞാസയാണ്. അതെ. അപ്പം മതജിജ്ഞാസ എന്ന് പറയുന്നത്, ഇപ്പോൾ ബോംബെയിലെ ഹൈക്കോടതിയിലെ മാമിബായി എന്ന ഒരു സ്ത്രീയുടെ കേസ് ആദ്യമായി വാദിക്കാൻ എഴുന്നേറ്റ് തലകറങ്ങി വീണ ബാരിസ്റ്റർ എം കെ ഗാന്ധി തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ദക്ഷിണാഫ്രിക്കയിലെത്തുകയും ആ മനുഷ്യൻ പിന്നീട് എന്താണ് ദൈവം, എന്താണ് ആത്മാവ്, എന്താണ് ലോകത്തിലെ മതങ്ങൾ, മതദർശനങ്ങൾ എന്താണെന്ന് തേടി അലയുന്ന ഒരു ടേണിംഗ് പോയിന്റ്. പിന്നെ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഗാന്ധി നേരത്തെ പറഞ്ഞത് ദൈവം സത്യമാണ് എന്ന പ്രയോഗമുണ്ട്. പിന്നെ പറഞ്ഞു ഗാന്ധി സത്യമാണ് ദൈവം എന്നൊരു തലത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാകുന്നത് കർമ്മത്തെക്കുറിച്ചുള്ള ഭഗവത്ഗീതയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പുസ്തകമായിട്ട് കൊണ്ടു കിടക്കുകയും ചെയ്യുന്നത്. ഹരിശ്ചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രവുമാണ്. അദ്ദേഹം അത് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു മാറ്റമല്ലേ സത്യത്തിൽ? അങ്ങനെ നിരന്തരമായ മാറ്റമല്ലേ? സത്യമാണ് ദൈവം എന്ന രീതിയിലേക്ക് വരുമ്പോൾ അതൊരു വലിയ ചേഞ്ച് അല്ലേ? എങ്ങനെ വലിയ ചേഞ്ച്. അപ്പോൾ ഗാന്ധിയുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷ്മമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദിശാവ്യതിയാനങ്ങൾക്കെല്ലാം കാരണങ്ങൾ പുസ്തകങ്ങളാണ്. ഓക്കെ, അത് നമ്മുടെ ഹെൻറി സാൾട്ടിൻ്റെ എ പ്ലിയ ഫോർ വെജിറ്റേറിയനിസം മുതൽ ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് ഗാന്ധിയുടെ ജീവിതത്തെ ശരിക്ക് മാറ്റിമറിക്കുന്ന പുസ്തകം ജോൺ റസ്കിൻ എഴുതിയ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ താങ്കൾ ചോദിക്കുന്നതിന് മുമ്പ്? അതും കൂടെ കൂട്ടി പറയണം. താങ്കളുടെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് ഈ പുസ്തകത്തിൽ 5000 പുസ്തകങ്ങൾ ഗാന്ധി വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട അതിനെക്കുറിച്ചുള്ള പുസ്തകവും താങ്കൾ പരാമർശിക്കുന്നുണ്ട്. ഞാൻ ഒരു സച്ചിദാനന്ദൻ, ഇത് പേരെടുത്ത് തന്നെയാണ് പറയുന്നത്, സച്ചിദാനന്ദൻ കവിയെ കുറിച്ച് ഗാന്ധിയിലേറെ സച്ചിദാനന്ദൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഗാന്ധി അത്രയൊന്നും വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു പരാമർശം അത്ര വലിയൊരു മഹത്തരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ താങ്കൾ ആണെങ്കിൽ താങ്കളുടെ ഈ ഒരു പുസ്തകത്തിലൂടെ പറയുന്ന ഒരു പ്രധാന 5000 പുസ്തകങ്ങൾ, അതൊരു മനുഷ്യായുസ്സിൽ നല്ലൊരു നമ്പർ തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ വേറൊരു സംഗതി ഞാൻ സുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിയുടെ വായന ഗാന്ധിക്ക് അതൊരു തീർച്ചയായിട്ടും സുമാർ അഴീക്കോടും അതുപോലെ തന്നെ അത് കെ പി റഹീമും ഒക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അതൊരു ബാധ്യതയും അതോടൊപ്പം തന്നെ ഒരു ഗാന്ധിയുടെ ഉള്ളിൽ നിന്ന് അത് നിരന്തരമായിട്ടുള്ള ഒരു വളരാനുള്ള ത്വരയുണ്ടാക്കുന്ന ആ പുസ്തകം നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശം ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വേറൊരു തലമാണ്. പക്ഷേ ഈ സച്ചിദാനന്ദൻ്റെ പ്രയോഗവും എടുത്ത് പറയുമ്പോൾ താങ്കളുടെ പഠനത്തിൽ പറയുന്നത് വളരെ ആഴത്തിലുള്ള ഒരു പഠനം ഗാന്ധിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നമുക്ക് അതിലൂടെ അല്ല, ഞാൻ ഈ ഗാന്ധി എം കെ ഗാന്ധി എന്ന വായനക്കാരൻ ഞാൻ ബോക്സ് ന്യൂസ് തീർച്ചയായിട്ടും. ഓക്കെ, നാരായണ ദേശായിയുടെ പുസ്തകത്തിൽ പ്രിട്ടോറിയയിൽ ജീവിച്ച ഏതാണ്ട് 9-10 മാസക്കാലത്തിനിടയിൽ ഗാന്ധി വായിച്ചു തീർക്കുന്നത് അന്ന് ലഭ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട മതഗ്രന്ഥങ്ങൾ മുഴുവനാണ്.